നാടറിയാൻ നമുക്കറിയാം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീട്ടിലെ മാലിന്യം വളമാക്കുന്ന രീതിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് കുറച്ച് വർഷങ്ങളായി ഉപയോഗിക്കുകയും നാട്ടിലെല്ലാവർക്കും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന പരിസരത്തിൻ്റെ പ്രവർത്തകനായ നാരായണൻകുട്ടി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വിശദീകരിച്ച് പറയുന്നതായിരിക്കും. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ലതച്ചേച്ചി, ചെർപ്പളശ്ശേരി കരുമാനാംകുറിശ്ശിയിലെ ലതച്ചേച്ചി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നാടറിയാൻ നമുക്കറിയാം എന്ന ചാനലുമായി മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പോൾ ധാരാളം വിവരങ്ങൾ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളോട് പരിചയപ്പെടുത്താൻ എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണം ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ലോകത്ത് പല സംവിധാനങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ചെറിയ രൂപത്തിൽ നമുക്കിത് എങ്ങനെയാണ് ഇത് പരിചയപ്പെടുത്താൻ കഴിയുക, ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള ഒരു വലിയൊരു ചെറിയൊരു ശ്രമമാണ് ഞാൻ ഇവിടെ നടത്തുന്നത്. എന്തായാലും ഈ ഒരു ഉപാധി പരിചയപ്പെടുത്താൻ വേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ലതച്ചേച്ചി നന്നായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് ലതച്ചേച്ചിക്ക് പറയാൻ തടസ്സം ഉണ്ടാവാതെ അല്ല, പക്ഷേ എൻ്റെ ഒരു സഹായം കൂടെ ചോദിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ സിമ്പിളാണ്. ഇതിനു മുമ്പ് പല മാലിന്യ സംസ്കരണ ഉപാധികളൊക്കെ ഇതിനു വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബയോഗ്യാസ് പ്ലാന്റ്, പൈപ്പ് കമ്പോസ്റ്റ്, അതുപോലെ തന്നെ തുമ്പൂർ മൂഴി. അതിനുശേഷം നമുക്ക് വീട്ടിൽ വളരെ സുഗമമായി നടത്താൻ പറ്റിയൊരു ഉപാധിയാണ് നമുക്ക് ഇന്നിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കരുമാനാംകുറിശ്ശിക്കാർക്കും നമ്മളെ കുറച്ച് പേർക്ക് ഇതൊക്കെ നല്ല പരിചയം ഉണ്ടാവും. പക്ഷേ പരിചയം ഇല്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇതിവിടെ പരിചയപ്പെടുത്തുന്നത്. 3 തരം സൂക്ഷ്മജീവികളാണ് ഉള്ളത്. ഒന്ന് 20 ഡിഗ്രി, 40 ഡിഗ്രി, 60 ഡിഗ്രിയിൽ പ്രവർത്തിക്കാവുന്ന സൂക്ഷ്മജീവികളുടെ ഒരു സങ്കലനമാണ് ഈ ചകിരിച്ചോറടങ്ങുന്ന ഇനോക്കുലം എന്ന് പറയുന്ന സാധനം. ഇത് നമ്മൾ ഇതിലേക്ക് ഇടുകയും അതിന് മുകളിൽ ഒരു ബെഡ് ആയിട്ട് ഇങ്ങനെ ബെഡ് നമുക്ക് ഇട്ട ശേഷം ഏകദേശം 1 ഇഞ്ച് കനത്തിലാണ് നമ്മളിവിടെ വയ്ക്കുന്നത്. ഏകദേശം 1 ഇഞ്ച് കനമാകുന്ന മുറയ്ക്ക് നമ്മൾ ഇത് ബെഡായിട്ട് ഇട്ട് കൊടുത്തിരിക്കണം. ഇതുപോലെ എല്ലാ ബക്കറ്റിലും ഈ ചകിരിച്ചോറ് ഒരു ബെഡായിട്ട് ആദ്യം ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇടുന്ന മാലിന്യത്തിൽ നിന്നും വെള്ളം സെഗ്രിഗേറ്റ് ചെയ്ത് താഴെ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഈ ചകിരിച്ചോറ് പിടിച്ചു വലിക്കും. അപ്പോൾ അത് ഒഴിവാക്കി നിലത്ത് ഒലിച്ചു പോകുന്ന ഒരവസ്ഥ ഒഴിവാക്കാം. എന്തായാലും അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് പിന്നീട് പറയാം. എന്തായാലും ഇങ്ങനെ ചെയ്ത ശേഷം നമ്മുടെ മാലിന്യം, നമ്മൾ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ നമുക്ക് ഇതിലേക്കൊന്ന് നിക്ഷേപിക്കാം. എടുത്തിട്ട് ഇടുന്നത് അടുത്ത് കൊണ്ടുവരും. ഒരു വടിയുണ്ടോ? നമ്മൾ അതാത് ദിവസങ്ങളിൽ വരുന്ന മാലിന്യങ്ങൾ നമ്മൾ ഈ ബിന്നിലേക്ക് നമുക്ക് നിക്ഷേപിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വീട്ടിലുണ്ടാവുന്നത്. പക്ഷേ ഇതിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ ഇതിൽ ഉപയോഗിക്കരുത്. അതുപോലെ മെറ്റല്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും, അഴുകുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിലേക്ക് ഇടാൻ കഴിയും. പക്ഷേ ഈ ചക്കയുടെ മടമ്പ്, അതുപോലെ തന്നെ ഈ പഴത്തിൻ്റെ മടമ്പ് പോലുള്ള സാധനങ്ങൾ നല്ല കഷ്ണങ്ങളാക്കിയിട്ട് ഇടണം. കാരണം അത് ഡൈജസ്റ്റ് ചെയ്യാൻ നാര് കൂടുതലുള്ളത് കൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ വിഷമമാണ്. അപ്പം കഷ്ണങ്ങളാക്കി, പരമായി ഏറ്റവും ചെറുതാക്കി കഷ്ണങ്ങളായിട്ട് നിക്ഷേപിക്കണം. അതുപോലെ തന്നെ വാഴയില ഇപ്പോൾ ഡൈജസ്റ്റ് ചെയ്യണതാണെങ്കിലും 200 ദിവസത്തിൽ കൂടുതൽ ഈ വാഴയില ദഹിക്കാൻ സമയം ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇടുകയാണെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന ഓൾ പ്രോസസ്സ്, മൊത്തത്തിലുള്ള ഒരു പ്രോസസ്സിന് അത് തടസ്സം വരും. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ വേണമെങ്കിൽ ഉണക്കി നമുക്ക് സൂക്ഷിക്കാം. ഉണക്കിയിട്ട് പേപ്പർ പോലെ നമുക്ക് ഉണക്കി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി കത്തിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം. എന്തായാലും ഇങ്ങനെ നമ്മൾ അന്നന്ന് ഇടുന്ന വേസ്റ്റ് അന്നന്ന് രാത്രി തന്നെ നമുക്കിതാ ഈ വേസ്റ്റിനെ ഇങ്ങനെ ഇളക്കി ഒന്ന് നിരപ്പാക്കിയ ശേഷം ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചകിരിച്ചോറ് വിതറിക്കൊണ്ട് ഒന്ന് മൂടി വയ്ക്കുക. ഇതിനിപ്പോൾ 1 ഇഞ്ച് കനത്തിലിടണമെന്നില്ല. അതിനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇടേണ്ട ആവശ്യം മാത്രമാണ് അതിനുള്ളൂ. ഓക്കെ.
ഇങ്ങനെ ഓരോ ദിവസവും വരുന്ന മാലിന്യങ്ങൾ നമ്മൾ അതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഒന്ന് ആകെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് എല്ലായിടത്തേക്കും എത്താനൊക്കെ സഹായകമാണ്. ഇതിനകത്ത് നമ്മൾ ഒരിക്കലും നിക്ഷേപിക്കാൻ പാടില്ലാത്തൊരു സാധനം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം തീരെ വരാൻ പാടില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം വരികയാണെങ്കിൽ ഇത് താഴേക്ക് ഊർന്നിറങ്ങാനും പിന്നീട് സ്മെല്ല് ഉണ്ടാവാനൊക്കെ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം പരമാവധി ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇത് ഒരു ദിവസം മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 കിലോന് ഏകദേശം 300 ഗ്രാം ചകിരിച്ചോറാണ് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഉള്ളത്. അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ 1-2 മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് അളവിലാണ് ചകിരിച്ചോറ്, എൻ്റെ മാലിന്യത്തിന് എത്ര അളവിലാണ് ചകിരിച്ചോറ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ഇത് ഒരു ദിവസം രാത്രി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് ചിലപ്പോൾ ഇത് പെട്ടെന്ന് നിറയാനൊക്കെ കാരണമാവും. നമുക്ക് വേണമെങ്കിൽ ഈ മാലിന്യത്തിൻ്റെ അളവിനനുസരിച്ച് എത്ര വേണമെങ്കിൽ കൂടുതൽ ഇടാം. പക്ഷേ അങ്ങനെ ഇടുകയാണെങ്കിൽ നമ്മളെ ചകിരിച്ചോറിൻ്റെ ചിലവ് കൂടും. അപ്പോൾ നമുക്ക് മാലിന്യ സംസ്കരണത്തിന് ചിലവ് ഏറ്റവും കുറഞ്ഞ ചിലവ് കൊണ്ട് ഈ മാലിന്യത്തിനെ സമ്പത്താക്കി മാറ്റാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇടണ്ട, നമുക്ക് അതിൻ്റെ ഒരു അളവിനനുസരിച്ച് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഈ മീനിൻ്റെ തല, നമ്മൾ വീട്ടിൽ വരുന്ന മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വേസ്റ്റ്, അതിൽ വെള്ളം നന്നായി ചോർന്ന് ഊർത്തി നമ്മുടെ വീട്ടിൽ വരുന്ന മത്സ്യം മാംസങ്ങളുടെയൊക്കെ കഴുകി വൃത്തിയാക്കിയ വേസ്റ്റ്, ബാക്കിയുള്ള ഭാഗം വെള്ളം നല്ല ഊർന്ന് കളഞ്ഞ ശേഷം ഇതിലേക്ക് നമുക്കിടാം. പക്ഷേ ഒരു ഇറച്ചി മാംസങ്ങളൊക്കെ ആവുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുന്തോറും ഒരു കിലോന് 400 ഗ്രാം പോലുള്ള 400 ഗ്രാം വേണ്ടി വരും. ഇതിലേക്ക് ഇനോക്കുലം ചേർക്കേണ്ടി വരും. ഈ ഇനോക്കുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 8ഓളം ബാക്ടീരിയകളും 6ഓളം ഫംഗസുകളൊക്കെ ഉള്ള വിവിധ തരത്തിലുള്ള ഇനോക്കുലം ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. ഈ IRTC ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ബാക്ടീരിയ ഫംഗസൊക്കെ ഏറ്റവും കൂടുതലുള്ളതാണ്. അത് നമുക്ക് കുറച്ച് കാലമൊക്കെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സൂക്ഷ്മജീവി നശിച്ചു പോയതുകൊണ്ടൊന്നും പ്രശ്നമുണ്ടാവില്ല. അത് നന്നായിട്ട് അതിൻ്റെ ക്വാളിറ്റിയോട് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം ഇന്ന് മാർക്കറ്റിൽ പല ഇനോക്കുലങ്ങളും ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിന് ഇതിൻ്റെ അത്ര ഗുണം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പലരും നമ്മളെ തന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. അതായത് ഞാൻ അതാ ഉപയോഗിച്ചിരുന്നു, അതിനെക്കാട്ടി നല്ലതാണ് ഇതെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ IRTCന്ന് കിട്ടുന്ന സാധനമാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ നമ്മളത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൂടാതെ 2 കാര്യം, ഈ ഇനോക്കുലമായാലും ഈ നമ്മുടെ IRTCന്ന് വാങ്ങുന്ന ഇനോക്കുലമായാലും 2 കാര്യം കൂടെ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഒന്ന്, ഇത് വല്ലാതെ വെയിലത്ത് വെച്ച് ഉണക്കരുത്. ഉണക്കിക്കഴിഞ്ഞാൽ ഇതിലത്തെ സൂക്ഷ്മജീവികൾ നശിച്ചു പോകും. രണ്ടാമത്, ഇത് വല്ലാതെ മഴ കൊള്ളുന്ന, വെള്ളം ഊർന്നു വീഴുന്ന സ്ഥലത്ത് വെച്ചാലും ഇതിലത്തെ സൂക്ഷ്മജീവികൾ നഷ്ടപ്പെടും. അപ്പോൾ ഇത് 2 ശ്രദ്ധിക്കണം. പിന്നെ 3 മാസം പരമാവധി ഇങ്ങനെ ജലാംശം നഷ്ടപ്പെടുന്ന 3 മാസം ത്തിലധികം പരമാവധി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. നനവ്, ഈർപ്പം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ ചാക്ക് കൊണ്ടുപോയി വെക്കേണ്ടത്. ഇത് ഈ ബയോബിന് പലരും ഇത് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുള്ളത്, ഇത് മഴ കൊള്ളുന്ന സ്ഥലത്ത് വയ്ക്കും. അപ്പോൾ ഇതിലേക്ക് ധാരാളം വെള്ളം ഇറങ്ങി വളരെ മണത്തിൻ്റെ ഫൗൾ സ്മെല്ല് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായും ഈ ദുർഗന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മഴ നനയാത്ത ഒരു സ്ഥലത്ത് തന്നെ എന്നാൽ അമിതമായി വെയിൽ ഏൽക്കാത്ത ഒരു സ്ഥലത്തും എന്നതാണ്. 20 ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഓരോ തട്ടിലും നിറയുമ്പോൾ നമ്മൾ മാറ്റി മാറ്റി വയ്ക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ 30 to 40 ദിവസം കൊണ്ടാണ് നമുക്ക് 3 തട്ടും നിറഞ്ഞു വരിക. ഒരു 5 പേര് ഉള്ള ഫാമിലിയിലൊക്കെ ആകുമ്പോൾ ഒരു ആവറേജ് മാലിന്യം കണക്കാക്കിയാൽ ഒരു 30-40 ദിവസത്തിനകം 3 ബിന്നും നിറയും. അപ്പം 40 ദിവസം കഴിയുമ്പോൾ നമുക്ക് ബിന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നേരത്തെ നിറഞ്ഞു എന്ന് വരാം, ചിലപ്പോൾ കുറേ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കുറച്ച് പിന്നീട് നിറഞ്ഞു എന്ന് വരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ആയോ എന്നറിയാം. നമുക്കപ്പോൾ അതിനൊരു വഴിയുണ്ട്. ഇങ്ങനെ നമുക്കൊരു ലഭ്യമായിട്ടുള്ള കോലൊന്ന് കുത്തി ഇറക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ സ്മെല്ല് ഇല്ല എങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും നോക്കി നോക്കൂ, സ്മെല്ലില്ലല്ലോ, ഇല്ല, തീരെ ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് വളമായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിപ്പോൾ ഏകദേശം ഒരു
20 to 25 30 ദിവസത്തിൻ്റെ ഇടയിലുള്ളതാണ്. നമുക്ക് നോക്കി നോക്കാം ഇതെങ്ങനെയാണ്, ഇത് എന്ത് രൂപത്തിലാണ് അടിയിൽ നോക്കുക. അതായത് ഇതിൻ്റെ പുറത്ത് കാണുന്നത് നാരുകൾ ഏറ്റവും കൂടുതൽ ദഹിപ്പിക്കാൻ, ഈ സൂക്ഷ്മജീവികൾക്ക് ദഹിപ്പിക്കാനും പൊടിക്കാനും കഴിയാത്ത നാരുകളാണ് മേലെ ഇങ്ങനെ പൊന്തി വന്നിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് നല്ലൊരു വളമാണ് കാണാൻ കഴിയുക. അതിനകത്ത് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാം. ഇതിപ്പോൾ 20 ചെറിയ പുഴുക്കളുമുണ്ട്. ഇത് നമുക്ക് ഈ പുഴുക്കളെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മെഷിലിട്ട് അതിനെ വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കോഴിക്കും വീട്ടിൽ മീനൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. നല്ല പ്രോട്ടീൻ 30% പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു പുഴുക്കളാണ് ഇത്. ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള പുഴുക്കളുടെ ലാർവകളാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഇത് ധാരാളം ഉണ്ടാവും. അപ്പോൾ ഇത് ധാരാളം ഉണ്ടാവും. നമ്മളിതിനെ പലർക്കും ഈ പുഴുക്കൾ പുറത്ത് വരുമ്പോൾ ഒരു അസഹ്യമായി തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബയോബിന്ന് കൃത്യമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അത് മറ്റു ദ്വാരങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ ഇത് പുറത്തേക്ക് വരാതെ സൂക്ഷിച്ചാൽ മതി. അത്രയും കാര്യമാണ് പറയുന്നത്. ഇത് ഏകദേശം ഒരു 40-45 ദിവസം കഴിഞ്ഞ ഒരു ഇതാണ് കോഴി. മാറ്റിവെച്ച ദിവസങ്ങൾക്ക് ശേഷമുള്ള 20-25 ദിവസത്തെ റിസൾട്ടാണ് നമുക്കിതാ ഈ കിട്ടിയിരിക്കുന്നത്. അതിന് ശേഷം ഇത് നമുക്ക് 40 ദിവസം കഴിഞ്ഞ വളം ഇപ്പോൾ ചെടികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാണ്. എൻ്റെ വീട്ടിൽ തയ്യാറായിട്ടുള്ളതാണ്. ഇത് നേരെ നമുക്ക് സ്മെല്ലും ഉണ്ടാവില്ല. നമുക്ക് കൃത്യമായി നമുക്ക് ഒരു വളമായി മാറിയിട്ടുണ്ട്. കാർബൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വളമാണ്. നമുക്കിത് വേണമെങ്കിൽ ചെടിയിൽ ഇടാം, കൈയോടെ ചെടിയിൽ ഇടാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തൊരുമിച്ചിട്ട് നമ്മുടെ നാട്ടിലെ മാലിന്യം പുറത്ത് വലിച്ചെറിയാതെയും കത്തിക്കാതെയും നമ്മുടെ വീട്ടിലിടുന്ന ഗാർഹിക മാലിന്യത്തിനൊക്കെ സമ്പത്താക്കി മാറ്റാം. ലയ ചേച്ചീനെ പോലുള്ളവരൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ലയ ചേച്ചിയുടെ യൂട്യൂബ് നാടറിയാൻ നമ്മളറിയാൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നമുക്ക് തീർച്ചയായും നമുക്കറിയുന്നതാണെങ്കിൽ നമ്മളത് അപ്പോൾ തന്നെ പ്രതികരിക്കാം. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നന്നായി ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കേണ്ട വഴികൾ അന്വേഷിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മറുപടി തരാം. അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ ലയ ചേച്ചി നിങ്ങളുടെ മുന്നിൽ പിന്നെയും വീണ്ടും വരും.